ഇപ്പോൾ ദൈവാലയം പണിയാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. മൂന്നാം ദൈവാലയം. നമുക്കറിയാം, ഈ ആരാധനാലയം മുമ്പ് പുരോഹിതന്മാരെ അവരെ ശുദ്ധീകരിക്കണം, ദൈവാലയം ശുദ്ധീകരിക്കണം, ദൈവാലയത്തിലേക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെ ശുദ്ധീകരിക്കണം, അതിന് ഒരു യാഗം അർപ്പിക്കണം. ആ യാഗം അർപ്പിച്ചിട്ട് ആ യാഗവസ്തുവായിരിക്കുന്ന പശുവിന്റെ ഭസ്മം കൊണ്ട് ഇതെല്ലാം ശുദ്ധീകരിക്കണമെന്ന് മോശെ മുഖാന്തരം ദൈവം ന്യായപ്രമാണത്തിലൂടെ ജനത്തിന് അരുളി ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ സംഖ്യാപുസ്തകം 19 അധ്യായം 2 വാക്യം, സംഖ്യാപുസ്തകം 19 അധ്യായം അതിന്റെ 2 വാക്യം, അവിടെ നമ്പേഴ്സ് 19:2 അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. യഹോവ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ കളങ്കവും ഊനവുമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുവിനെ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഹല്ലേലൂയ. ഒരു ചുവന്ന പശുവിനെ കൊണ്ടുവരണം. പശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കളങ്കമില്ലാത്തതായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം. എന്താണ് ഊനമില്ലാത്തതെന്ന് പറഞ്ഞാൽ? ഒരു കുറവുകളും ഇല്ലാത്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള അതിന്റെ പുറത്ത് എന്താ പറയാ, അത് നുകം വയ്ക്കാത്തതായിരിക്കണം, കലപ്പ വയ്ക്കാത്തതായിരിക്കണം, മറ്റൊന്നിനും ഉപയോഗിക്കാത്തതായിരിക്കണം. അങ്ങനെയുള്ള ചുവന്ന പശുവിനെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിക്കണം. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയാണ്, ദ റെഡ് ഹൈഫർ. ഈ അടുത്തയിടെയായിട്ട് ഉള്ള പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ചുവന്ന പശുവിനെ ഇന്ന് യഹൂദന്മാർ കണ്ടെത്തി കഴിഞ്ഞു. ഇസ്രായേൽ മടങ്ങി വന്നു, ദൈവാലയം പണിയാനായിട്ട് പോവുകയാണ്. അതിനുമുമ്പ് യാഗം നടക്കണം. ഈ യാഗം നടക്കുവാനായി സംഖ്യാപുസ്തകം അതിന്റെ 19 അധ്യായം 2 വാക്യത്തിൽ പറഞ്ഞതിന് പ്രകാരം ഒരു ചുവന്ന പശുവിനെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, 2021 ഒരു ഓർത്തഡോക്സ് യഹൂദ ക്രിസ്ത്യാനിയായ ബൈറൽ സ്റ്റിൻസൺ എന്ന ഒരു വ്യക്തി, അദ്ദേഹം അമേരിക്കയിൽ ഒരു വലിയ ധനികനാണ്. ഒരുപാട് കമ്പനിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ഒരു കോടീശ്വരനായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബൈറൽ സ്റ്റിൻസൺ. അദ്ദേഹത്തിന് മനസ്സിൽ ഇങ്ങനെ തോന്നി, കർത്താവിനെ അർപ്പിക്കാൻ ഒരു ചുവന്ന പശുവിനെ കണ്ടെത്തണം. അതുകൊണ്ട് അദ്ദേഹം 2021 ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. അമേരിക്കയിലെ ടെക്സാസിൽ അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു. ക്രിസ്ത്യാനികൾ നടത്തുന്ന പശു വളർത്തൽ കേന്ദ്രങ്ങളിൽ അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു. നിങ്ങളുടെ പക്കൽ ആരുടെയെങ്കിലും പക്കൽ ചുവന്ന പശുക്കൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് തരിക, തന്നാൽ നിങ്ങൾക്ക് $50,000 ആയിരിക്കും വാഗ്ദത്തം ചെയ്യുന്നത്. $50,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം 48,11,688 രൂപ. ഒരു ചുവന്ന പശുവിനെ കൊടുത്താൽ ഏകദേശം 49 ലക്ഷം രൂപയോളം കിട്ടും. ഇത് ബൈറൽ സ്റ്റിൻസൺ എന്ന് പറയുന്ന ഈ ഓർത്തഡോക്സ് യഹൂദ ക്രിസ്ത്യാനി ടെക്സസിൽ അമേരിക്കയിൽ അദ്ദേഹം പരസ്യം കൊടുക്കാനിടയായി. അങ്ങനെ ആ മനുഷ്യൻ അന്വേഷണം തുടങ്ങി. അദ്ദേഹത്തിന് 21 ചുവന്ന പശുക്കളെ കിട്ടി. 21. ഇത് നടന്നുകൊണ്ട് 2021 നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാലം ആരുടെ മനസ്സിൽ അത് തോന്നിയില്ലയോ? യഹൂദന്മാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം. പക്ഷേ ഇത് അന്ത്യകാലമാണ് എന്നതിൻ്റെ മറ്റൊരു അടയാളം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ അന്ത്യനാഴികയുടെ ദ ലാസ്റ്റ് അവറിന്റെ അവസാന മിനിറ്റുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ പ്രവചനവും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചുകാലം മുതൽ നമുക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ യേശുവിന്റെ വരവെന്ന് പ്രസംഗിച്ച് ആൾക്കാരുടെ വിശ്വാസം പോലും പോയി. എത്ര കാലമായി പ്രസംഗിക്കുന്നു, ഇതുവരെ വന്നില്ല, ഇനി ഒന്നും വരാനൊന്നും പോണില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് ചില ക്രിസ്ത്യാനികൾ മാറിപ്പോയി. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ കഴിയുകയില്ല. കാരണം കർത്താവിന്റെ വചനം നമ്മുടെ കൺമുൻപിൽ ഇതാ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ 2021 ഇദ്ദേഹം ഈ ചുവന്ന പശുവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി. ഒടുവിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ചുവന്ന പശുവിനെയാണ് എനിക്ക് കിട്ടേണ്ടത്. അങ്ങനെ 21 പശുക്കളെ അദ്ദേഹം പ്രത്യേകമായി ക്രമീകരിച്ച സ്ഥലത്ത് യഹൂദ റബ്ബിമാരുടെ, യഹൂദ മത നേതാക്കന്മാരുടെ, ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ സംരക്ഷണയിൽ 21 പശുവിനെയും വളരെ സൂക്ഷ്മതയോടെ അവർ സംരക്ഷിക്കുവാനും വളർത്തുവാനും തുടങ്ങി. അത് കഴിഞ്ഞ് 2022 ആയപ്പോൾ സെപ്റ്റംബർ മാസം 22-ാം തീയതി 2022 സെപ്റ്റംബർ 22 അതിൽ നിന്ന് 21 പശുക്കളിൽ നിന്ന്, ചുവന്ന പശുക്കളിൽ നിന്ന് 5 ഊനമില്ലാത്ത പശുക്കളെ അവർ തിരഞ്ഞെടുത്ത് വിമാനമാർഗം ഇസ്രായേലിൽ ടെൽ അവീവിൽ എത്തിച്ചു. അമേരിക്കൻ ടെക്സാസിൽ നിന്ന് 5 തിരഞ്ഞെടുത്ത ചുവന്ന പശുക്കളെ 2022 സെപ്റ്റംബർ മാസം 22-ാം തീയതി
അവർ ഇസ്രായേലിൽ എത്തിച്ചു. എന്തിനാ എത്തിച്ച്? പക്ഷെ തെളിവുകളെല്ലാം ഇതാ പറയാ. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ തെളിവെന്നാണ് ചോദിച്ചത്, എന്താ അടയാളം എന്ന് ചോദിച്ചത്. നമുക്ക് അടയാളം വ്യക്തമാക്കി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 5 ചുവന്ന പശുക്കളെ ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ അതേസമയം തന്നെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഇസ്രായേലിലുണ്ട്. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഘടന. അവർ ഈ ആലയത്തിന്റെ 3-ാം ദൈവാലയത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. അവരും അവിടെ ചുവന്ന പശുക്കളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് അവരുടെ നേതൃത്വത്തിലും ചുവന്ന പശുക്കളെ അവർ സംരക്ഷിച്ചു വരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവർ ഈ 5 പശുക്കളെ വളരെ സൂക്ഷ്മതയോടെ നോക്കിയപ്പോ അവിടെ ചില പശുക്കൾ ഡിസ്ക്വാളിഫൈഡ് ആയി. അപ്പൊ നോക്കിയപ്പോ അടുത്തയുടെ ഒരു പശു ഡിസ്ക്വാളിഫൈഡ് ആയി. കാരണം അതിനെ നോക്കിയപ്പോൾ 2 കറുത്ത മുടികൾ അതിന്റെ ശരീരത്തിൽ കണ്ടു. 2 കറുത്ത മുടികൾ അതിന്റെ ശരീരത്തിൽ കണ്ടു. അപ്പോ അതിനെ എന്തായാലും പ്രധാന യാഗമായി അർപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത് ചുവന്ന പശു ആയിരിക്കണം. അത്ര സൂക്ഷ്മതയോടെയാണ് അവർ നോക്കുന്നത്. അങ്ങനെ അതിനെ നോക്കി കണ്ടെത്തി. ചുവന്ന പശുക്കളിൽ 2 കറുത്ത മുടികൾ കണ്ടെത്തി. അതിനെ പ്രധാന യാഗത്തിന്റെ പരിശീലനം എന്ന രീതിയിൽ ഒരു റിഹേഴ്സൽ, ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു റിഹേഴ്സൽ യാഗം ഈ മാസം 2025 നമ്മൾ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ഈ ജൂലൈ മാസം 8-ാം തീയതി ഷിലോഹ് എന്ന് പറയുന്ന ഇസ്രായേലിലെ സ്ഥലത്ത് വെച്ച് അവർ റിഹേഴ്സൽ നടത്തി യാഗം അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയ്യോ, ഇപ്പോഴൊന്നും അവർക്ക് ചുവന്ന പശു കിട്ടണ്ടായിരുന്നു അല്ലേ? കുറേ കാലം കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഇപ്പോൾ യാഗവും നടക്കും, പള്ളി ആലയമൊക്കെ പണിയും. ഇനി നമുക്ക് ഈ ലോകം വല്ല ആസ്വദിക്കാൻ പറ്റുമോ? നമ്മൾ മക്കളുടെ കൊച്ചുമക്കളെയൊക്കെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുക. അപ്പൂപ്പനും അമ്മച്ചിയൊക്കെ ആകാൻ വേണ്ടി. അപ്പൂപ്പനും അമ്മച്ചിയൊക്കെ ആയവർ അവരുടെ കൊച്ചുമക്കളുടെ കുഞ്ഞുങ്ങളെയും കല്യാണമൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അല്ലേ? അപ്പൊ പിന്നെ ഇപ്പൊ പശുവൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അയ്യോ പെട്ടെന്ന് കർത്താവ് വന്നാൽ ലോകം ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു കൂട്ടം പേർ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോ ഈ ജൂലൈ മാസം 8-ാം തീയതി, ഇന്നെത്ര തീയതി? 25. ഹല്ലേലൂയ. നോക്കുക, 8-ാം തീയതി ഇതിനെ ഒരു റിഹേഴ്സൽ എന്ന രീതിയിൽ, കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് യാഗം നടക്കാൻ പോകുന്നത്, പ്രധാന യാഗം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് അവര് പുരോഹിതന്മാരെല്ലാം നിയമിച്ചു കഴിഞ്ഞു, പുരോഹിതന്മാരെല്ലാം അഭിഷേകം ചെയ്തു കഴിഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവാലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കപ്പെടുകയാണ്. അപ്പൊ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അന്ത്യകാലത്തിലാണോ? ചിലർക്ക് ഇപ്പോഴും സംശയമാണ്, പേടിയൊന്നുണ്ടോ? നമ്മൾ ഭയങ്കര ഉറപ്പുള്ളവരാണല്ലേ? കാരണം അത്ര ദൈവാശ്രയമാണ്. നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളെല്ലാം തീരാൻ സമയമായി. റിഹേഴ്സൽ നടക്കുകയാണ്, പ്രാക്ടീസ് നടത്തുകയാണ്. എന്തിനാണ്? പ്രധാനപ്പെട്ട യാഗം വരാൻ പോവുകയാണ്. അതിനു മുമ്പ്, കാരണം ഈ ഊനം കണ്ടെത്തി, 2 കറുത്ത പൊടി കണ്ടപ്പോൾ അതിനെന്തായാലും പ്രധാന യാഗമായിട്ട് അർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ റിഹേഴ്സൽ നടത്തി. എങ്ങനെയാണ് യാഗം അർപ്പിക്കേണ്ടതെന്ന് അവർ റിഹേഴ്സൽ നടത്തി. പ്രൈസ് ദി ലോർഡ്. ഇത് നടത്തിയത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നേരത്തെ പറഞ്ഞ ബൈറൽ സ്റ്റിൻസിന്റെയും കൂട്ടായ, ബൈറൽ സ്റ്റിൻസിന് ഒരു സംഘടനയുണ്ട്. ഈ 2 സംഘടനകളും കൂട്ടായ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ റിഹേഴ്സൽ യാഗം അവർ നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഞാനൊന്ന് വേഗത്തിൽ പറയുകയാണ്, ചുരുക്കി പറയുകയാണ്. ഒരു എല്ലാം നഷ്ടപ്പെട്ട ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ചിതറിക്കടന്ന ജനത്തെ മടക്കി വരുത്തുന്ന ദൈവം പറഞ്ഞതുപോലെ മടക്കി വരുത്തി. വർഷങ്ങൾ പലത് പിന്നിട്ടു, പക്ഷെ അവർക്ക് ഇനിയും ദൈവം പറഞ്ഞ വാഗ്ദത്വം അല്ലെങ്കിൽ വചനത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ആലയം പണിയപ്പെടും, യാഗങ്ങളും നടത്തപ്പെടും എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വളരെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. പുരോഹിതന്മാരെ ഒരുക്കി യാഗത്തിനായി. ഇനിയിപ്പോൾ ഒരു പശുവിനെ അവർ പ്രത്യേകമായി യാഗമർപ്പിക്കാൻ, പ്രധാന യാഗം അർപ്പിക്കാൻ വേണ്ടി ഒരു ഊനവുമില്ലാത്തതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഊനവുമില്ലാത്ത ഒരു പശുവിനെ അവർ ഇപ്പോഴും സംരക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോ ഈ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുകയാണ്. പുരോഹിതന്മാരായി യാഗത്തിന് വേണ്ടിയുള്ള ചുവന്ന പശുവിനെ അവർ ഒരുക്കി കഴിഞ്ഞു. പിന്നെ അവർ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്, ദൈവാലയം പണിയാൻ വേണ്ടിയുള്ള ഫണ്ടിങ് ആരംഭിച്ചു. പണം വേണം ദൈവാലയം പണിയാൻ, അതിനുള്ള പണം കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അതിനായുള്ള പ്രധാനമായ അടിസ്ഥാനമിടാനുള്ള കല്ലുകൾ ഒരുക്കി. ഇനിയും അത് പണിയാനുള്ള കല്ലുകൾ പണിയാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ നിന്ന് ദൈവാലയം പണിയാനുള്ള പെർമിഷനും അവർക്ക് കിട്ടിയെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അധികാരമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് ദൈവാലയം പണിയാൻ കുറെ നാളുകളായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ജനങ്ങളിൽ നിന്ന്, ഇസ്രായേൽ ജനതയിൽ നിന്ന് തന്നെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായി വരികയാണ്. നെതന്യാഹുവിനും അറിയാം, ഇസ്രായേൽ ജനതയെ ഒരുമിച്ച് നിർത്തുവാൻ അവർക്കൊരു ദൈവാലയം ഉണ്ടാകണം. മതം അതിനൊരു വലിയ മുതൽക്കൂട്ടാണ്. ദൈവാലയം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരെല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താനും കഴിയും. അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ, മതനേതാക്കന്മാർ, സാധാരണ ജനങ്ങൾ ദൈവാലയം പണിയാനുള്ള സമ്മർദ്ദം ചെലുത്തി. നെതന്യാഹുവും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ റെഡിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർ കരുതുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അവരെ അതിനുവേണ്ടി സഹായിക്കുമെന്നും ദൈവാലയം പണിയാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ്. ആദ്യം ട്രംപ് അവിടെ നിന്ന് അധികാരത്തിൽ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ എംബസി എങ്ങോട്ട് മാറ്റിയെന്നറിയോ? ജെറൂസലേമിലേക്ക് മാറ്റി. പലമായ നീക്കങ്ങൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യഹൂദന്മാർക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ ട്രംപ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപും പറഞ്ഞു കഴിഞ്ഞു, ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യണം, ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് പ്രഖ്യാപിച്ച ശബ്ദം ആ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും. ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ദൈവാലയം പണിയാൻ ആ സ്ഥലത്ത്, അതായത് ടെമ്പിൾ മൗണ്ട് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ദൈവാലയം പണിയപ്പെടേണ്ടത്. അവിടെ താൻ കടന്നുപോയി കാര്യങ്ങൾ വീക്ഷിച്ചു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല അവിടെ താൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, യഹൂദന്മാരുടെ ആ നേതാക്കന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇത് പണിയാൻ ആരെങ്കിലും ഒരുക്കപ്പെട്ട മതിയാകൂ, അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ട്രംപ് പറയുകയും ചെയ്തു. അങ്ങനെ ദൈവാലയത്തിന്റെ പണികൾക്ക് വേണ്ടി, മൂന്നാമത്തെ ദൈവാലയത്തിന് വേണ്ടിയുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നത് അവിടെ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ആലയം പണിയേണ്ടത്. അവിടേക്ക് വേണ്ടിയുള്ള സൈൻ ബോർഡുകൾ വച്ചു തുടങ്ങിയെന്നാണ്. സൈൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് റോഡ് സൈഡിലൂടെ പോകുമ്പോൾ ഇടത്തോട്ട് പോയാൽ ഇവിടെ പോകാം, വലത്തോട്ട് ഇവിടെ പോകാം. അതുപോലെ സൈൻ ബോർഡ്, ടെമ്പിൾ മൗണ്ടിലേക്കുള്ള സൈൻ ബോർഡുകൾ വെച്ചു തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവാലയം യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിന്റെ പ്രാക്ടീസ് കഴിഞ്ഞു. ദൈവാലയത്തിന്റെ പണികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഫണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷേ ഇവർ ദൈവാലയം പണിയേണ്ട സ്ഥലം ആ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, രണ്ട് നിർമ്മിതികളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാം. എല്ലാം തയ്യാറായി, ഇനി ദൈവാലയം വേണം. പക്ഷേ ഈ ദൈവാലയം പണിയപ്പെടേണ്ട സ്ഥലത്ത് ഇസ്ലാമ്യരുടെ രണ്ട് മന്ദിരങ്ങൾ, രണ്ട് നിർമ്മിതികൾ അവിടെ ഉണ്ട്. ഒന്നാമത്തേത് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നതാണ്. ആ താഴികക്കുടം, ആ പാറയുടെ ഒന്നാമത്തേത് ഡോം ഓഫ് ദ റോക്ക്. അവരുടെ വിശ്വാസം, ഇസ്ലാമ്യരുടെ വിശ്വാസം എന്ന് പറയുന്നത് മുഹമ്മദ് നബി ഇവിടെയുള്ള ആ പാറയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്. അതിന്റെ സ്മാരകമായി പണിതിരിക്കുന്നതാണ് ഒന്നാമത്തേത് ഡോം ഓഫ് ദ റോക്ക്. ആ വലിയ താഴികക്കുടം ഉള്ള സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു നിർമ്മിതി അവിടെ ഇപ്പോഴുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അൽ അക്സ മോസ്കാൻ. അവർ ആരാധിക്കുന്ന ഇസ്ലാമിയർ അവർ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുന്ന അവരുടെ മോസ്കാണ്, അവരുടെ പള്ളിയാണ്. ഇത് രണ്ടും ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, അതായത് യഹൂദന്മാർ ദൈവാലയം പണിയാൻ ആഗ്രഹിക്കുന്ന ടെമ്പിൾ മൗണ്ടിൽ ഇത് രണ്ടും ഇന്ന് തടസ്സമായി നിൽക്കുന്നു. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിൾ മൗണ്ടിൽ മുസ്ലിം അല്ലാത്ത ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും കഴിയുകയില്ല. അപ്പോൾ ഈ തടസ്സങ്ങളായിട്ടിരിക്കുന്ന ഈ ഡോം ഓഫ് ദ റോക്കും അതുപോലെ അൽ അക്സ മോസ്കും, ഇത് രണ്ടും നീക്കപ്പെട്ടാൽ മാത്രമേ അവിടെ യഹൂദന് ദൈവാലയം പണിയാൻ കഴിയുകയുള്ളൂ. അവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും കയറി ചെല്ലാൻ കഴിയാതിരിക്കുന്ന ആ സ്ഥലത്ത് ഈ അടുത്തയിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? 1000 യഹൂദന്മാരെ ഒരുക്കിക്കൊണ്ട് യഹൂദ മത നേതാക്കന്മാർ 1000 യഹൂദന്മാരെയും കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പിൾ മൗണ്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് യഹൂദന്മാർ പ്രാർത്ഥിച്ചു. ഇവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ പോയിരുന്ന സ്ഥലമാണ് വിലാപ മതിൽ എന്നൊരു മതിലുണ്ട്. ഇന്നും ഇസ്രായേൽ പോകുന്നവർ അവിടെ പോകാറുണ്ട്, കാണാറുണ്ട്. നമുക്കതിന്റെ വീഡിയോകൾ കാണാൻ കഴിയും. ആ വിലാപ മതിൽ പോയാണ് യഹൂദന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ വിലാപ മതിൽ ചില വിള്ളലുകളുണ്ട്. അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയ പേപ്പറുകൾ കൊണ്ടുപോയി ആൾക്കാർ ആ വിടവുകളിൽ വച്ചിട്ട് അവർ അവിടെ അത് വച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഒരു അന്ധവിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്.
അവരവിടെ പോയി തലതല്ലി പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്കൊരാലയം ഉണ്ടാകണം, മെശിഹായേ നീ എപ്പോൾ വരും, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക. ആ വിലാപ മതിലിൽ അവർ പോയി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ അടങ്ങിയ പേപ്പറുകൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരും പേപ്പറുകൾ കുത്തി തിരിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു, പോയ ആൾക്കാരൊക്കെ. കാരണം അവിടെ വെച്ചാൽ മറുപടി കിട്ടുമെന്നാണ് അവരുടെ ചിന്ത. എന്തുമാകട്ടെ, പക്ഷെ അവർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള വിലാപ മതിലിൽ നിന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ 1000 ഈ കഴിഞ്ഞിടെ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് ടെമ്പിൾ മൗണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലാണ്. ഹല്ലേലൂയ. ബെഞ്ചമിൻ നെതന്യാഹു പബ്ലിക്കായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ടെമ്പിൾ മൗണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലാണ്, നമുക്കിനി ഒരു ആലയം വേണം എന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അവിടെ പോയാൽ, മറ്റാരെങ്കിലും പോയാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സാഹചര്യം ഇരിക്കവേ 1000 യഹൂദന്മാരെ പ്രാർത്ഥനയ്ക്ക് അവിടെ കൊണ്ടുപോയി. മാത്രമല്ല, ആട്ടുകൊറ്റന്മാരുടെ കൊമ്പുകൾ കൊണ്ടുള്ള കാഹളങ്ങൾ അവർ എടുത്തുകൊണ്ടുപോയി അവിടെ നിന്ന് അത് ഊതുകയും ചെയ്തു. യോവേൽ പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം. അവർ അവിടെ പോയി ആ കാഹളം ഊതിയതിന്റെ ഒരു പിക്ചറാണിത്. യോവേൽ 2:1 പറഞ്ഞിരിക്കുന്നു, സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പേൻ. അവിടേക്ക് കയറി ചെന്ന് അവർ ഇത്രയും സ്വാധീനം ചെലുത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ ആത്മീയ ഉറക്കത്തിൽ കിടക്കരുത്. നമ്മൾ ആരാധിക്കുന്നത് ഒരു മിഥ്യയല്ല, സത്യവാനായ കർത്താവിനെയാണ്. അവന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര അധികം നമ്മൾ ഇനി ദൈവഭക്തിയോടെ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, ഇനി ഒരു കാര്യം ഓർക്കണം, ഇവിടെ സമാധാനപരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇവിടെ ദൈവാലയം പണിയാൻ അവർക്ക് പലയിടങ്ങളിൽ നിന്നുള്ള പെർമിഷൻ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ ഇസ്ലാമ്യ നിർമ്മിതികൾ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ ദൈവാലയം പണിയാൻ ചില തടസ്സങ്ങളുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് ഈ ഇസ്ലാമ്യരുടെയും മുസ്ലിംസിന്റെയും യഹൂദന്മാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ഉണ്ടാകണം.